ഹായ് ഗൈസ്. അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു 2 ഐറ്റംസ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫി സ്റ്റിക്കും അതുപോലെ മൈക്കുമാണ്. ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഇന്നലെ വന്നായിരുന്നു. പൊട്ടിച്ച് നോക്കിയില്ല. ഇത് മാത്രം ഇന്ന് പൊട്ടിച്ച് വെച്ചതാണ്. ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്യുക കേട്ടോ. സെൽഫി സ്റ്റിക്ക്, ഇത് നമ്മുടെ മൈക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണേ. ഇത് നമ്മുടെ മൈക്ക് വരുന്നത്. ഇതിൻ്റെ സാധനങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് ഏട്ടനെ അറിയുള്ളൂ. ഇതൊക്കെ എങ്ങനെ തുറക്കണം ചെയ്യാം. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇന്നത്തെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ നമ്മുടെ മൈക്കാന്നറിയാം. ഇത്ര സാധനങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ഉള്ളത്. ഈ സെൽഫി സ്റ്റിക്കിന് ഒരു 200 രൂപ സെൽഫി സ്റ്റിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ മൈക്കിന് 500 രൂപ. കാരണം ഇത് 2 എണ്ണം ഉണ്ടല്ലോ. ഇത് 500 രൂപയുടെയാണ്. ചെറിയ രീതിയിലാണ് ഇത് വാങ്ങിച്ചേക്കണത് ഞങ്ങൾ. അപ്പോൾ ഇതിൻ്റെ യൂസൊക്കെ നമുക്ക് നോക്കാട്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ അറിയില്ല. അപ്പോൾ നമുക്ക് ഏട്ടനോട് വെച്ചിട്ട് ഇതൊക്കെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിത്തെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. എൻ്റെ സൗണ്ട് ഇച്ചിരി ലോ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ ചെറിയൊരു പരിമിതികളൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ സൗണ്ട് ഒന്നും കറക്റ്റായിട്ട് ശരിയായിട്ടില്ല. ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കാം. അത്രയും വലിയ ഐഡിയൊക്കെ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ നട്ടലിന് വാരിയലിന് 3 വാരിയലിന് പൊട്ടുണ്ട്. അവിടെ കിടക്കണം ശരിക്കും പറഞ്ഞാണ്. ഇപ്പൊ ഇതൊന്ന് എണീറ്റിരുന്നതാ. ജസ്റ്റ് എന്നെ ഒന്ന് എണീപ്പിച്ചൊക്കെ ഇരുത്തണം. എന്നാലാണ് എനിക്ക് എണീറ്റിരിക്കാനൊക്കെ പറ്റണം. മൈക്കൊന്നൊക്കെ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചേ. ഇന്നലെയാണ് ഈ മൈക്കും സ്റ്റാൻഡും വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. എങ്ങനെയാവും എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിൽ എന്നുള്ള സൗണ്ടാണ്. എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഇനി ഇതൊക്കെ വെച്ച് നമുക്ക് ഒരു ഫൈറ്റ് വെച്ച് നോക്കാം. കുറച്ച് കാലത്തേക്ക് ഇതൊക്കെ വെച്ച് ഓടിക്കാം. അപ്പോൾ നമ്മൾ മൈക്കിനെ കുറിച്ചും സ്റ്റാൻഡിനെ കുറിച്ചൊന്നും അധികം റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്യല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈക്കിനെ കുറിച്ചും സ്റ്റാൻഡിനെ കുറിച്ചൊക്കെ കുറേ റിവ്യൂസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പം ഇത് ഞങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു റിവ്യൂ പറയാനൊന്നും ഞങ്ങൾ ആയിട്ടില്ല. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കട്ടെ ആദ്യം. ഇതൊക്കെ വെച്ച് നമുക്ക് കുറച്ചാൾ കൊണ്ടുപോകാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സന്തോഷവാർത്തകളുണ്ട്. നമുക്ക് 145 സബ്സ്ക്രൈബേഴ്സ് ആയിക്കാണ്. 500 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. മോണിറ്റൈസേഷൻ്റെ ഒരു പകുതിയിലേക്ക് എത്താറായിട്ടുണ്ട്. ആദ്യ കടമ്പയിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പം അതൊക്കെ വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര തന്നെ പ്രതീക്ഷയില്ല. 100 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് പോലും പ്രതീക്ഷയില്ല. അപ്പോഴാണ് പെട്ടെന്ന് 100 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഇനി ഒരു 500 സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് 145 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി കടപ്പാടും അറിയിച്ചുകൊള്ളതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഇത്രയൊക്കെ എത്തും, എങ്ങനെയൊക്കെ ആവുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷയില്ല. ഫസ്റ്റ് വീഡിയോ ഇടുമ്പം
എല്ലാവരും വീഡിയോ ഇടുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഒരു ലൈക്ക്, ഒരു വ്യൂ, അങ്ങനെ ഒരു കമൻറ്റ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും പറ്റൂലായിരിക്കും, ചിലപ്പോൾ ഇതൊന്നും വർക്കാവൂലായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ എങ്ങനെയോ വർക്കാവുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് അതെ, ആളുകൾ. ഞങ്ങളെ ഇഷ്ടപ്പെടാൻ ആളുകൾ ഉണ്ട് എന്ന് ഉള്ളൊരു ചിന്ത ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ഇനി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഒരു 500 സബ്സ്ക്രൈബേഴ്സിലോട്ട് ഒന്ന് എത്തിപ്പെടാന്നുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കാര്യമില്ല എന്ന് പറയാം, പക്ഷെ ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു സന്തോഷമായിരിക്കുമല്ലോ 500 സബ്സ്ക്രൈബേഴ്സ് കഴിയുന്നൊക്കെ. വേറൊരു മറ്റൊരാൾ പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുമ്പോഴും അത് നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ അന്ന് കഴിയുമ്പോഴേക്കും ഒരു 10-500 സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറയുമ്പോഴേക്കും സന്തോഷമല്ലേ. അപ്പം അതാണ്, ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം, എന്നിട്ട് അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്തണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനി എന്തായാലും എനിക്ക് പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ വീഡിയോസൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. മോശമാണെങ്കിലും വഴക്കൊന്നും പറയാതെ ഇരിക്കുക. ഞങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.